കാലത്തെ കാത്തിരിപ്പിന് ശേഷം വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി ഉദ്ഘാടനവും ചെയ്തു. രാവിലെ 11:33 കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി, തിരുവനന്തപുരം കോൺഗ്രസ് MP ശശി തരൂർ എന്നിവരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം സൗകര്യത്തിന്റെ ആദ്യഘട്ടം ഔദ്യോഗികമായി ഉദ്ഘാടനവും ചെയ്തു. ഇനിയുള്ള കാലം വിഴിഞ്ഞം തുറമുഖം കേരളത്തിനും രാജ്യത്തിനും സാമ്പത്തിക സ്ഥിരത കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി ഇതിനോടകം പറഞ്ഞു. ട്രാൻസ്ഷിപ്മെന്റിന്റെ 75% ഇന്ത്യക്ക് പുറത്താണ് നടന്നത്. എന്തായാലും ഇതൊരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു. രാവിലെ 8 മണിക്ക് മുമ്പ് തുറമുഖത്തെത്തുന്ന എല്ലാ പൊതുജനങ്ങൾക്കും ഈ ചരിത്ര നിമിഷം കണ്ട് ആസ്വദിക്കാനുള്ള അനുവാദവും ഉണ്ടായിരുന്നു. എന്തായാലും വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സ് പോസ്റ്റിൽ കുറിച്ചിരുന്നത് ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അന്താരാഷ്ട്ര തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചരിത്ര നിമിഷം നാളെയാണ് എന്ന രീതിയിലായിരുന്നു. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത് ഇന്ത്യയുടെ സമുദ്രയാത്രയിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണെന്നും ഇത് രാജ്യത്തെ ആഗോള ഭൂപടത്തിൽ ശക്തമായി പ്രതിഷ്ഠിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനോടകം പറഞ്ഞിരുന്നു. അതുകൂടാതെ അദ്ദേഹം പറയുകയുണ്ടായി, ഇത് വെറും ഒരു പുതിയ തുറമുഖത്തിന്റെ ഉദ്ഘാടനമല്ല, മറിച്ച് ഇന്ത്യൻ വ്യാപാരത്തിനും ലോജിസ്റ്റിക്സിനും ശക്തമായ ആഗോള സാന്നിധ്യം നൽകുന്ന ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണെന്നായിരുന്നു അത്. ഇന്നിപ്പോൾ വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. അതുപോലെ രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖവുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖ ഡെവലപ്പറും അദാനി ഗ്രൂപ്പിന്റെ ഭാഗമായതുമായ അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമി സോൺ ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത ഈ തുറമുഖം പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ 8,867 കോടി രൂപ കണക്കാക്കിയ ചെലവിൽ നിർമ്മിച്ചതാണ്.